Next, we will look what is production. എന്താണ് പ്രൊഡക്ഷൻ? Okay. Production are basically we have certain input. This input is transformed to an output by certain transformation process. നിങ്ങൾ ലെയ്ത്തയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ? സോ നിങ്ങൾക്ക് എന്താ ഒരു സിലിണ്ടറിക്കൽ ബാറാണ് നിങ്ങൾക്ക് ഇൻപുട്ടായിട്ട് തന്നത്. നിങ്ങൾ അതിൽ കുറേ ഷേപ്സൊക്കെ ടേൺ ചെയ്തെടുത്തിട്ട് ആ ടേണിങ് പ്രോസസ്സ് എല്ലാമാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഔട്ട്പുട്ടായിട്ട് നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്തെടുത്തു. സിമിലർലി ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് സർട്ടൺ ഇൻപുട്ട്. ആ ഇൻപുട്ടിനെ വി കൺവേർട്ട് ടു ഔട്ട്പുട്ട്. ഓക്കെ. സോ എന്തൊക്കെയാണ് നമ്മൾ ഇൻപുട്ട്? അവർ ഇൻപുട്ട് ഇൻക്ലൂഡ്സ് ലേബർ, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ് ആൻഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അതായത് ലേബർ നമ്മുടെ വർക്കേഴ്സ് നമ്മുടെ ഇൻപുട്ടാണ്, മെറ്റീരിയൽ റോ മെറ്റീരിയൽസ് നമ്മുടെ ഇൻപുട്ടാണ്, നമ്മുടെ എക്യുപ്മെൻറ്റ് നമ്മുടെ ഇൻപുട്ടാണ്, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അത് നമ്മുടെ ഇൻപുട്ടാണ്. ഈ ഇൻപുട്ടിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് കൺവേർട്ടഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഇൻഡസ്ട്രിയാണ് ഉള്ളത്. ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും, 2 സർവീസ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാം. സർവീസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ബാങ്കിങ്, ഇറ്റ്സ് എ സർവീസ് ഇൻഡസ്ട്രി. നമുക്ക് അവിടെ ഒരു സർവീസ് ആണ് കിട്ടും. ഹോസ്പിറ്റൽസ് ഇറ്റ്സ് എ സർവീസ് ഇൻഡസ്ട്രി. ഹോട്ടൽസ് actually service industries are. Okay, so we have certain output, it is transformed to, and we have certain inputs and that is transformed to output. So ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പ്രോഡക്റ്റ് പ്ലാനിങ്, പ്രോസസ് പ്ലാനിങ്, പ്രൊഡക്ഷൻ കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ്. ദ പ്രോഡക്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന് വേണ്ട പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുക്കുന്നത്. സോ വി ഹാവ് ടു പ്ലാൻ ഫോർ അവർ പ്രോഡക്റ്റ്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് പ്ലാൻ ഫോർ അവർ പ്രോസസ്സ്. നമ്മൾ കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ പ്രോസസ്സ് ഇതിന് ക്യാരി ഓവർ ചെയ്യണം. സോ വി മസ്റ്റ് പ്ലാൻ ഫോർ ദ പ്രോസസ്സ്. ദെൻ വി മസ്റ്റ് ഹാവ് പ്രൊഡക്ഷൻ കൺട്രോൾ. അല്ലേ, കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് പോയെങ്കിൽ മാത്രമേ കറക്റ്റ് സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റൂ. ആൻഡ് മെയിൻ്റനൻസ്, പ്രോപ്പർ മെയിൻ്റനൻസ് നമ്മൾ ഡെലിവറി ചെയ്യണം. സോ നമുക്ക് ഈ ഇൻപുട്ട് സർട്ടൺ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ എന്തായിട്ട് മാറി? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഔട്ട്പുട്ട്. സോ വി വിൽ ഗെറ്റ് എ ഫീഡ്ബാക്ക്. നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ചില ഫീഡ്ബാക്കുകൾ ലഭിക്കും. എന്താണ് ഫീഡ്ബാക്ക്? നമ്മുടെ ഔട്ട്പുട്ടിൽ നമ്മുടെ ഇൻവെൻറ്ററി ലെവൽസ്, ഇപ്പോൾ നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് AC-യുടെ പ്രൊഡക്ഷൻ ഫെബ്രുവരി ടു മെയ് ഈ ഒരു പീരീഡിൽ സെയിൽസ് കൂടുതലാണ്. സോ നമുക്ക് അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ടോ? സോ ദാറ്റ്സ് ഇൻവെൻറ്ററി ലെവൽ. ആൻഡ് സെയിൽസ് വോളിയം, നമ്മുടെ കസ്റ്റമറിന് വേണ്ട റിക്വയർഡ് സെയിൽസ് വോളിയം, ലേബർ എഫിഷ്യൻസി, ഇതൊക്കെയാണ് നമ്മുടെ ഫീഡ്ബാക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെ നമ്മൾ വേണ്ട രീതിയിൽ വേരി ചെയ്യുന്നു. പ്രോഡക്റ്റ് പ്ലാനിങ്, പ്രോസസ് പ്ലാനിങ്, പ്രൊഡക്ഷൻ കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ദ ജനറൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വി ഹാവ് ഇൻപുട്ട്, it is transformed to output, and with the certain feedback that we have, we are monitoring and regulating the transformation process and the input. Okay, so next is product design process. നമ്മളൊരു പുതിയ പ്രോഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. സോ ഇതിനകത്ത് മെയിനായിട്ട് 5 സ്റ്റെപ്പാണുള്ളത്. That is the conception phase, acceptance phase, execution phase, translation phase and pre-production phase. So എന്താണ് ഈ ഡിഫറെൻറ്റ് ഫേസസ് നമുക്കൊന്ന് നോക്കാം. The first one is conception phase. So എന്താണ് കൺസെപ്ഷൻ ഫേസിൽ നടക്കുന്നത്? നിങ്ങളെല്ലാവരും പ്രൊജക്റ്റ് ചെയ്യുന്നവരല്ലേ? സോ നിങ്ങൾ പ്രൊജക്റ്റിൽ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, യു വെൻറ്റ് ത്രൂ എ കൺസെപ്ഷൻ ഫേസ്. During this stage, the names of the target market are identified, competitive products are reviewed, the draft product specifications are defined, a product concept is selected, an economic analysis is done, and the development project is outlined. As a result of the product conception process, certain specified information such as technical requirements,
product performance, appearance requirements, etc. will be made available. So നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ എന്താ ചെയ്തത്? നമ്മൾ ഫസ്റ്റ് ചെയ്തത് ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു. യു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് മാർക്കറ്റ്. എവിടെയാണ് ടാർഗറ്റ് മാർക്കറ്റ്? നിങ്ങൾ എവിടെയാണ് ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതിനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ യു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് മാർക്കറ്റ്. ദെൻ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് ആർ റിവ്യൂഡ്. ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ നിങ്ങൾ റിവ്യൂ ചെയ്യുക. അതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള അതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്. സോ യു വെൻ ത്രൂ ദ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ്. അടുത്ത് ദ ഡ്രാഫ്റ്റ് പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ് ആർ ഡിഫൈൻ. നിങ്ങൾ റഫായിട്ട് നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്തു. Then a product concept is selected and economic analysis is done. നിങ്ങളൊരു കൺസെപ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തു, നിങ്ങൾ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കൺസെപ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തു. ആൻഡ് ആൻ എക്കണോമിക് അനാലിസിസ് ഇസ് ഡൺ. അതിന് വേണ്ടി ഒരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എക്കണോമിക്കലി നമുക്ക് എത്ര എമൗണ്ട് സ്പെൻഡ് ആകും. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോജക്റ്റ് ഈസ് ഔട്ട്ലൈൻഡ്. ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മൾ ഇതിനെപ്പറ്റി തയ്യാറാക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ്, കൺസെപ്ഷൻ സ്റ്റേജിൽ സംഭവിക്കുന്നത്. It's a conception stage. Next is acceptance stage. Then acceptance stage is important. At this stage, the new product viability is investigated and the draft specifications are evaluated. The draft specifications will have to satisfy requirements such as customer requirements, manufacturing requirements for products, etc. This draft specification is then accepted, rejected or modified based on the resources available in the organization and feasibility studies. അതായത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്തു വെച്ചാൽ നമ്മളൊരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഒരു പ്രോജക്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഔട്ട്ലൈനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്, മാനുഫാക്ചറിങ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഐദർ നമ്മുടെ ഈ കൺസെപ്ഷൻ സ്റ്റേജിലുള്ള ആ ഒരു ഔട്ട്ലൈനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ചില സ്റ്റേജസിൽ നമുക്കതിനെ മോഡിഫൈ ചെയ്യാം, ചില കാര്യങ്ങൾ നമുക്കതിനകത്ത് എഡിറ്റിംഗ് ചെയ്ത് നമുക്കതിനെ മോഡിഫൈ ചെയ്യാം. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഇസ് എക്സിക്യൂഷൻ സ്റ്റേജ്. In execution stage, a working model or a prototype as per the accepted specification is made. It is often impossible to take into account all details during preliminary design stages. Therefore, only after the completion of a working prototype will provide additional information related to product design parameters. Also, testing of model is carried out to evaluate the performance of the product development. So, നമ്മൾ ആദ്യത്തെ രണ്ട് സ്റ്റേജ് പേപ്പർ വർക്കായിരുന്നു അല്ലേ, ഒരു കൺസെപ്ഷൻ സ്റ്റേജും അക്സെപ്റ്റൻസ് സ്റ്റേജും. സോ ഈ ഒരു കൺസെപ്ഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് വരുന്നതാണ് എക്സിക്യൂഷൻ സ്റ്റേജ്. എക്സിക്യൂഷൻ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു പ്രോട്ടോടൈപ്പ് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു പ്രോട്ടോടൈപ്പിനകത്ത് നമ്മുടെ സ്പെസിഫിക്കേഷൻ വെച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത സ്പെസിഫിക്കേഷൻ വെച്ച് നമ്മളൊരു പ്രോട്ടോടൈപ്പ് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തത്? ആ പ്രിലിമിനറി ഡിസൈൻ സ്റ്റേജ് അനുസരിച്ച് കാര്യം നമുക്ക് പേപ്പർ വർക്കും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുമ്പം എൻ്റയർലി ഡിഫറെൻറ്റ് അല്ലേ. നമുക്ക് പേപ്പർ വർക്കിനകത്ത് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് പ്രോട്ടോടൈപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ പ്രോട്ടോടൈപ്പ് നമ്മൾ എടുക്കുന്നു, അതിൻ്റെ ബാക്കി ടെസ്റ്റുകൾ എല്ലാം നമ്മൾ അതിൽ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ദ എക്സിക്യൂഷൻ സ്റ്റേജ്. Next is the translation stage. In the translation stage, in this stage, all relevant information such as material specification, drawings, manufacturing data and tooling requirements are finalized, and the final product design is made and approved for actual manufacturing process. That is, നമ്മൾ കൺസെപ്ഷൻ സ്റ്റേജിലും അക്സെപ്റ്റൻസ് സ്റ്റേജിലും പേപ്പർ വർക്ക് ആയിരുന്നു. സോ അക്സെപ്റ്റൻസ് സ്റ്റേജിൽ നമ്മൾ ഒരു കൺസെപ്റ്റിനെ നമ്മൾ അപ്രൂവ് ചെയ്തു. സോ അതിനെ നമ്മൾ പ്രോട്ടോടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്തു ഏത് സ്റ്റേജിൽ? എക്സിക്യൂഷൻ സ്റ്റേജിൽ. സോ ഈ പ്രോട്ടോടൈപ്പിനെ നമ്മൾ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ചില ചേഞ്ചസ് നമുക്കവിടെ വരുത്തേണ്ടതായിട്ട് ആവശ്യം വരും. ആ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസിനകത്ത്, ഡ്രോയിങ്സിനകത്തൊക്കെ നമുക്ക് ചേഞ്ചസ് വരും. ഓക്കെ, അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ദ ഫൈനൽ പ്രോഡക്റ്റ് ഡിസൈന് നമ്മൾ ആക്കിയെടുക്കുന്നു. അതിനെയാണ് ട്രാൻസ്ലേഷൻ സ്റ്റേജ് നമ്മൾ പറയുന്നത്. ദാറ്റ്സ് ദ ഫോർത്ത് സ്റ്റേജ്.
And the fifth stage is pre-production. Translation stage കഴിഞ്ഞാൽ നമ്മൾ pre-production സ്റ്റേജിലേക്കാണ് പോകുന്നത്. The main objective of this stage is to summarize all details of manufacturing process, and particularly in case of large-scale production requirements, to carry out a pilot test conducted under real production conditions. നമ്മൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു സാമ്പിളാണ് അല്ലേ. നമ്മൾ ഫുൾ പ്രൊഡക്ഷൻ യൂണിറ്റിനെ യൂസ് ചെയ്തൊന്നായിരിക്കും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്, അതായത് നമ്മുടെ ഫുൾ പ്രൊഡക്റ്റ് കണ്ടീഷൻസ് പ്രൊഡക്ഷൻ കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ പ്രോട്ടോടൈപ്പ് ഫോർമാറ്റ് ഉണ്ടാക്കുക. നമ്മൾ കുറച്ച് സാമ്പിൾ പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുക അണ്ടർ റിയൽ ലൈഫ് കണ്ടീഷൻസ്. ഓക്കെ, ദ ന്യൂ പ്രോഡക്റ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ടു കസ്റ്റമർ സ്പെസിഫിക്കേഷൻസ് with equipment that will be used in actual manufacturing process. നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ കസ്റ്റമറിൻ്റെ അടുത്ത് കൊടുക്കുന്നോ അതിന് സിമിലറായി നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കുറച്ച് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു അത് സർട്ടൺ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വെച്ച് ചിലപ്പോൾ കുറച്ച് കംപ്ലയിൻറ്റ്സ് അവർ പറയും, അല്ലെങ്കിൽ ചിലപ്പം കസ്റ്റമേഴ്സ് അതിനോട് പോസിബിലിറ്റി റെസ്പോണ്ട് ചെയ്യത്തില്ല. നമ്മൾ ഫുൾ മാസ് പ്രൊഡക്ഷൻ സാധനം ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാധനം ക്ലിക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിക്ക് വലിയ നഷ്ടം സംഭവിക്കും. സോ വി ഗോ ഓൺ ഫോർ എ പ്രീ പ്രൊഡക്ഷൻ. അതിന് കുറച്ച് നമ്പേഴ്സ് മാത്രം ഉണ്ടാക്കിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. സോ എന്താ സംഭവിക്കുന്നത്? ദിസ് ടെസ്റ്റ് ഷുഡ് ബി അണ്ടർടേക്കൺ പ്രയർ ടു ദ സ്റ്റാർട്ട് ഓഫ് ദ മെയിൻ പ്രൊഡക്ഷൻ operation in order to identify any further fault or problems. As a result of pre-production testing procedure, all products, material, equipment and labor specification should be summarized and finally approved prior to commencement of actual manufacturing process. അതായത് ഫൈനൽ മാസ് പ്രൊഡക്ഷന് മുമ്പ് നമ്മൾ ഈ ഫൈനൽ കറക്ഷൻസും എല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫൈനൽ പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. സോ ബേസിക്കലി നമുക്ക് 5 സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് കൺസെപ്ഷൻ സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമ്മൾ ഒരു റഫ് ഔട്ട്ലൈനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. സോ അക്സെപ്റ്റൻസ് സ്റ്റേജിൽ വരുമ്പം നമ്മൾ നമ്മുടെ കൺസെപ്റ്റുകൾ നമ്മൾ ഐദർ വി ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഓർ മോഡിഫൈ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ദെൻ എക്സിക്യൂഷൻ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കും. സോ ബേസ്ഡ് ഓൺ ദിസ് പ്രോട്ടോടൈപ്പ് ടെസ്റ്റിങ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഡിസൈൻ നമ്മൾ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും. ദാറ്റ്സ് ദ ട്രാൻസ്ലേഷൻ സ്റ്റേജ്. സോ ഫൈനൽ പ്രൊഡക്ഷൻ ഡിസൈൻ ആയി കഴിയുമ്പം നമ്മൾ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ നമ്മൾ ഒരു പ്രീ പ്രൊഡക്ഷൻ കുറച്ച് നമ്പേഴ്സ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമേഴ്സിനടുത്ത് ടെസ്റ്റിങ്ങിന് വിടും. മറ്റേത് നമ്മുടെ കമ്പനിയിലാണ് ടെസ്റ്റിംഗ് ചെയ്ത് എക്സിക്യൂഷൻ സ്റ്റേജിൽ പ്രോട്ടോടൈപ്പ് കമ്പനി തന്നെയാണ് ടെസ്റ്റിംഗ് ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ടെസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കൂടെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. ആൻഡ് ഫൈനലി the final പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പോകുന്നു. This is the product design process. The next important topic is the factors affecting product design. What are the factors affecting a product design? So there are 6 factors that affect a product design. The first one is the customer requirements. കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം പ്രൈമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ദാറ്റ് ഈസ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്. എന്താണ് കസ്റ്റമറിന് വേണ്ടത്? അല്ലാതെ നമുക്കിഷ്ടമുള്ള സാധനം നമുക്കറിയാം. നിങ്ങളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കടയിൽ പോകുമ്പം അവർ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കത്തില്ല അല്ലേ. ഒരു ഹോട്ടലിൽ നിങ്ങൾ കയറി എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ കഴിക്കത്തില്ല. നമുക്കിഷ്ടമുള്ള ഫുഡായിരിക്കണം ഹോട്ടലിൽ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നത്. സിമിലർലി ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ, യു ആർ ഗോയിങ് ടു പർച്ചേസ് എ മൊബൈൽ ഫോൺ. ഓക്കെ, നമുക്ക് ആ ഒരു എക്സാമ്പിൾ നോക്കാം. കസ്റ്റമറിന് എന്താ വേണ്ടത്? യു ഷുഡ് ഹാവ് ഗുഡ് ക്യാമറ ക്വാളിറ്റി, നല്ല പ്രോസസ്സർ ആയിരിക്കണം, നല്ല ഫാസ്റ്റ് ആയിരിക്കണം, പിന്നെ ജനറൽ അപ്പിയറൻസ് നല്ലതായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം വേണം. അപ്പം ചുമ്മാ എന്തെങ്കിലും ഒരു ഫോൺ ഉണ്ടാക്കി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് വെളിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റിനെ അത്രയും സ്വീകരിക്കത്തില്ല, അത്രയും സെയിൽ അവർക്കുണ്ടാകത്തില്ല. സോ വൈ ഡിസൈനിങ് എ പ്രോഡക്റ്റ്, the prime factor that we must consider should be the customer requirements. Okay, so the second factor, അടുത്ത ഫാക്ടർ എന്തായിരിക്കണം? the functional aspect. ഈ പ്രോഡക്റ്റ് എന്തൊക്കെ ഫങ്ഷൻസ് അതിനകത്ത് ചെയ്യാൻ പറ്റും? ഓക്കെ,
എന്തൊക്കെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഈ പ്രോഡക്റ്റിനെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഫങ്ഷണൽ ആസ്പെക്ട്. നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ക്യാമറ ആസ്പെക്റ്റിൽ നമ്മൾ ഫോൺ എടുക്കുന്ന ആളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കും 4K ഇതിൽ. ദെൻ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവണം. ദെൻ ഗെയിം കളിക്കാനുള്ള നല്ല പ്രോസസ്സർ ഉണ്ടാവണം, അല്ലേ? നല്ല ഫോൺ ഒട്ടും ലാഗ് ആവാൻ പാടില്ല. ഇതൊക്കെ അതിൻ്റെ ഓരോ ഫങ്ഷൻസാണ്, അല്ലേ? ക്യാമറ ക്വാളിറ്റി ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ദ ഫോൺ. ഗുഡ് പ്രോസസ്സർ ആൻഡ് ഗെയിം കളിക്കാനുള്ള അതിൻ്റെ ഒരു കണ്ടീഷൻസ്. സോ അതാണ് ഫങ്ഷണൽ ആസ്പെക്റ്റ്. ഇതൊക്കെ ഫങ്ഷൻസ് ഇതിന് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത് വരുന്ന ഓപ്പറേഷണൽ ആസ്പെക്റ്റ്. സോ ഇതിന് കുറേ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം കസ്റ്റമറിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം കൂടെ ആയിരിക്കണം, അല്ലേ? നമുക്ക് കുറേ ഫങ്ഷൻസ് ഉള്ളൊരു ഫോണ് നമുക്കൊരു 8 ഇഞ്ച് സൈസിൽ നമ്മൾ സാധനം ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് വിടുക, അല്ലെങ്കിൽ ഹെവി ആയിട്ടൊരു സാധനം ഉണ്ടാക്കി വിടുക, എന്ത് സംഭവിക്കും? കസ്റ്റമറിന് അത് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ലാപ്ടോപ്പ് നമുക്ക് ഇഷ്ടം പോലെ ഫങ്ഷൻസ് ഉള്ള ഭയങ്കര ഫാസ്റ്റ് പ്രോസസ്സിങ്ങൊക്കെ ലാപ്ടോപ്പാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ. പക്ഷേ ഇതിന് ഭയങ്കര ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അത് പ്രിഫർ ചെയ്യത്തില്ല. ദാറ്റ്സ് ഓപ്പറേഷണൽ ആസ്പെക്ട്. ആ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ഇസ് റിലയബിലിറ്റി. എന്താ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനോടുള്ള കസ്റ്റമറിൻ്റെ വിശ്വാസ്യത. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി, നമ്മൾ ആദ്യമായിട്ട് കയറുവാണ്. സപ്പോസ് നമ്മൾ അവിടെ നിന്ന് കഴിച്ച ഫുഡ് വളരെ മോശമായിരുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു പർട്ടിക്കുലർ റൂട്ടിൽ പോയപ്പം ആ ഹോട്ടലിൽ നിങ്ങൾക്ക് വിശന്നു, നിങ്ങൾ ആ ഹോട്ടലിൻ്റെ ഭാഗത്ത് കൂടെ പോയി. നിങ്ങളുടെ മനസ്സിൽ എന്താ വിചാരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പം മോശം ഫുഡായിരുന്നു, സോ അടുത്ത ഫുഡ് കൊള്ളത്തില്ല. ദാറ്റ്സ് എ റിലയബിലിറ്റി. സോ സിമിലർലി ഒരു പ്രോഡക്റ്റ്, ഇപ്പം ഫോൺ എടുക്കാം. ഓക്കെ, സപ്പോസ് നിങ്ങൾ ഏതെങ്കിലുമൊരു പർട്ടിക്കുലർ ഫോൺ എടുത്തു. ഓക്കെ, ആ ഫോണ് നിങ്ങൾ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ഫങ്ഷൻസ് ഒന്നും അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോൺ ഭയങ്കര ലാഗാണ്, അല്ലേ? അടുത്ത പ്രാവശ്യം നിങ്ങൾ ആ ഫോൺ പ്രിഫർ ചെയ്യുമോ? ഇല്ല, യു വിൽ ഗോ ഫോർ അനദർ ബ്രാൻഡ്, അല്ലേ? അതാണ് റിലയബിലിറ്റി, നമ്മളൊരു പ്രോഡക്റ്റിനോടുള്ള വിശ്വാസ്യത. അപ്പോൾ അടുത്തത് മാനുഫാക്ചറബിലിറ്റിയാണ്. സോ നമ്മൾ കുറേ ഫങ്ഷൻസും കുറേ ഓപ്പറേഷണൽ ആസ്പെക്റ്റും റിലയബിലിറ്റി എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഈ സാധനം നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഡിസൈൻ ഇസ് വേസ്റ്റ്, അല്ലേ? നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആൻഡ് എക്കണോമിക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു ലോവർ റേറ്റിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് ഈസ്തെറ്റിക് ആസ്പെക്ട്. എന്താ ഈസ്തെറ്റിക് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോൾ ഒരു മൊബൈൽ ഫോൺ, നമ്മൾ എല്ലാ ഫങ്ഷൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അതിൻ്റെ ഔട്ടർ ലുക്ക് എല്ലാം വളരെ മോശമാണ്. ഓക്കെ, സോ സർട്ടൻലി നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇറ്റ്സ് ദ എക്സ്റ്റേണൽ അപ്പിയറൻസ്. ഷർട്ട് നിങ്ങൾക്ക് മനസ്സിലൊട്ടും ഇഷ്ടമില്ലാത്തൊരു ഡിസൈനും ഇഷ്ടമില്ലാത്തൊരു കളറും ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് മേടിക്കത്തില്ല. ദാറ്റ്സ് എ എസ്തെറ്റിക്, ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എ പ്രോഡക്റ്റ്. സോ ദാറ്റ് ഓൾസോ മസ്റ്റ് ബി കൺസിഡർഡ് വൈൽ ഡിസൈനിങ് എ പ്രോഡക്റ്റ്. സോ ദ ഫാക്ടേഴ്സ് ദാറ്റ് വി മസ്റ്റ് കൺസിഡർ വൈൽ ഡിസൈനിങ് എ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? Customer requirements, then the functional aspect, the operational aspect, then durability and dependability, and aesthetic aspect. ഇത്തരം ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം ഇതിനകത്തെല്ലാം ഉള്ള മാർക്കറ്റിംഗ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് തന്നെയാണ്. എന്താണ് കസ്റ്റമറിന് വേണ്ടത്? അടുത്ത ഫങ്ഷണൽ ആസ്പെക്ട്, ദ നമ്പർ ഓഫ് ഫങ്ഷൻസ് എ പ്രോഡക്റ്റ് ഹാസ് ടു പെർഫോം. അതാണ് ദ ഫങ്ഷണൽ ഒബ്ജക്റ്റീവ് ആർ ടു ബി ഫിക്സ്ഡ് വിത്ത് ദ റെസ്പെക്ട് ഓഫ് ടു ദ പ്രോഡക്റ്റ് സച്ച് ആസ് വേരിയസ് ഫങ്ഷൻസ് ആൻഡ് കോസ്റ്റ് കൺസിഡറേഷൻ. ദ നെക്സ്റ്റ് ഈസ് ദ ഓപ്പറേഷണൽ ആസ്പെക്ട്. Once the functions expected to be serviced by the product are established,
The operational aspect of the product are to be determined. The product is not only expected to perform its functions satisfactorily, but it should be able to handle and operate at the customer's end. Okay, and durability and dependability, അതായത് നമ്മുടെ റിലയബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയാം, നമുക്ക് സാധനം കുറേ നാൾ നിലനിൽക്കുന്നതായിരിക്കണം. ദെൻ ദ എസ്തെറ്റിക് ആസ്പെക്റ്റ്, എക്സ്റ്റേണൽ ലുക്ക്, അതാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് പ്രോഡക്റ്റ് ഡിസൈൻ? ഒരു ഗുഡ് പ്രോഡക്റ്റ് ഡിസൈൻ ഉണ്ടാവേണ്ട എസെൻഷ്യൽ റിക്വയർമെൻറ്റ്. സോ ഇറ്റ് ഷുഡ് ഹാവ് ദ ബേസിക് ഫങ്ഷൻസ്. കറക്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രോഡക്റ്റിന് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ വരുന്ന റിപ്പയറബിലിറ്റി. വൺസ് ഇത് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 10-20,000 രൂപയും കൊടുത്ത് ഒരു ടി വി മേടിച്ചു, അല്ലെങ്കിൽ ഒരു 50,000 രൂപ കൊടുത്ത് ലാപ്ടോപ്പ് മേടിച്ചു. ഒരു പ്രാവശ്യം കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അത് വെളിയിൽ കളയാനാണെങ്കിൽ നമ്മൾ വി വോണ്ട് സ്പെൻഡ് ദാറ്റ് മച്ച് എമൗണ്ട് ഓൺ ദ പ്രോഡക്റ്റ്, അല്ലേ? സോ ദ പ്രോഡക്റ്റ് മസ്റ്റ് ബി റിപ്പയറബിൾ. ദെൻ റിലയബിലിറ്റി, ആ പ്രോഡക്റ്റിനുള്ളൊരു വിശ്വാസ്യത, അല്ലേ? നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് നോക്കാൻ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് ബ്രാൻഡ്സ് ഉണ്ടല്ലോ, HP, Acer, ഡെല്ല്, ഇപ്പോൾ MIയുടെ വന്നു, ദെൻ ആപ്പിൾ മാക്ബുക്ക്, ഇതൊക്കെയുണ്ട്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഇപ്പം അവീറ്റ എന്ന് പറഞ്ഞൊരു പുതിയ ബ്രാൻഡ് വന്നു, നമുക്കൊരു ഡൗട്ടുണ്ട് വെദർ ദ പ്രോഡക്റ്റ് ഈസ് റിലയബിൾ, അല്ലേ? പിന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് വന്നു, കൊക്കോണിക്സ് എന്ന് പറഞ്ഞിട്ട്, നമുക്ക് അതിനകത്തൊരു റിലയബിലിറ്റിയുടെ ഒരു ഇതുണ്ട്. നമ്മളത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഉപയോഗിച്ച ആൾക്കാരും വളരെ കുറവാണ്. സോ ഇത് എങ്ങനെ ഇത് പെർഫോം ചെയ്യും? സോ വി ആർ നോട്ട് റിലയബിൾ ഓൺ ദാറ്റ് പ്രോഡക്റ്റ്. ഓക്കെ, ദാറ്റ്സ് എ റിലയബിലിറ്റി. So our product should be reliable. Then aesthetic aspect, the physical appearance should be good. Durability, അത് കുറേ നാളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ആ പ്രോഡക്റ്റ്. ദെൻ പ്രൊഡക്റ്റബിലിറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ദെൻ സിംപ്ലിസിറ്റി, പ്രോഡക്റ്റ് വളരെ സിമ്പിളായിരിക്കണം. സിമ്പിളായെങ്കിൽ മാത്രമേ നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് പ്രോഡക്റ്റ് എടുക്കാനും പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് അത് ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. ആൻഡ് ദ പ്രോഡക്റ്റ് ഷുഡ് ബി കോമ്പാക്റ്റ്. നമ്മളിപ്പോൾ ലാപ്ടോപ്പ് മേടിക്കാൻ പോകുക, പുതിയ ലാപ്ടോപ്പ് മേടിക്കാൻ പോകുമ്പോൾ നമ്മളെപ്പോഴും തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സ് ആയിരിക്കും നോക്കുന്നത്, അല്ലെ? ഹെവി ലാപ്ടോപ്സ് നമ്മൾ നോക്കാറില്ല, കാര്യം നമുക്കത് ക്യാരി ചെയ്യാനുള്ള ഈസിനെസ്. സോ ദ പ്രോഡക്റ്റ് ഷുഡ് ബി കോമ്പാക്റ്റ്. സോ ദീസ് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് പ്രോഡക്റ്റ് ഡിസൈൻ. സോ ഇറ്റ് ഷുഡ് ക്യാരി ഔട്ട് ദ ബേസിക് functions. It should be repairable, it should be reliable, it should have good aesthetic aspects, the product should be durable, it should have good productability, and it should be simple and compact. So ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം. ബേസിക് ഫങ്ഷൻസ്: റിപ്പയറബിലിറ്റി, റിലയബിലിറ്റി, മാനുഫാക്ചറബിലിറ്റി, എസ്തെറ്റിക്, ഡ്യൂറബിലിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് കോമ്പാക്ട്നെസ്. ഓക്കെ, now അടുത്ത ഫാക്ടർ ഇസ് ദ പ്രൊഡക്ഷൻ പ്രൊസീജിയർ. വാട്ട് ആർ ദ വേരിയസ് ഫേസസ് ഇൻ പ്രൊഡക്ഷൻ? സോ ഇതിനകത്ത് മെയിൻലി 4 ഫേസസ് ആണ് വരുന്നത്. ദ ഫസ്റ്റ് ഫേസ് ഇൻക്ലൂഡ്സ് സെയിൽ ഫോർകാസ്റ്റ് ഫേസ്. അതായത് ഓരോ പീരീഡിലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് എന്തുമാത്രമുണ്ട്. നമ്മൾ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു AC-യുടെ, അല്ലേ? AC-യുടെ സെയിൽസ് പറഞ്ഞപ്പോൾ എന്താ, നമ്മൾ നോർമലി ഒരു ചൂട് ഉള്ള സമയത്ത് തന്നെ സെയിൽസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഡിസംബർ സമയത്ത് അതിൻ്റെ സെയിൽസ് കുറവാണ്. സോ ഈ ഒരു ഫോർകാസ്റ്റ് നമ്മൾ വെതർ ഫോർകാസ്റ്റ് പറയും, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഫോർകാസ്റ്റാണ്. സോ അങ്ങനെ ഒരു ഫോർകാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് കുട എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ റെയിൻ കോട്ട് എടുത്തുകൊണ്ട് പോകും. സിമിലർലി പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു പീരീഡിൽ AC-യുടെ സെയിൽസ് കൂടുതലാണ്. സോ കൂടുതൽ സാധനം നമുക്ക് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കണം. സോ ദെയർബൈ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ്റെ നമ്പേഴ്സ് കൂട്ടും. ഡിസംബറിൽ നമുക്ക്, അല്ലെങ്കിൽ നവംബർ ഡിസംബറിൽ തണുപ്പുള്ള സമയം, അധികം AC സെയിൽസ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രൊഡക്ഷൻ ഇച്ചിരി കുറയ്ക്കണം. സോ ബേസ്ഡ് ഓൺ ദ സെയിൽ ഫോർകാസ്റ്റ് വി വേരി ദ ഔട്ട്പുട്ട്, അല്ലേ? ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. സോ നമ്മുടെ വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ ഇതിനകത്ത് വേരിയേഷൻസ് നമ്മൾ വരുത്തും. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രൊഡക്ഷൻ പ്രൊസീജിയർ. യു മസ്റ്റ് ഹാവ് എ ഗുഡ് സെയിൽ ഫോർകാസ്റ്റ് ഫേസ്. അടുത്തതെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ഫേസ്. ഇതാണ് വളരെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ പ്രൊഡക്ഷൻ പ്ലാനിങ് ഫേസ് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഈക്വൽ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാനിങ് ഫേസ് കറക്റ്റായിട്ട് പോകത്തുള്ളൂ.
അപ്പോൾ നമ്മൾ സെയിൽ ഫോർകാസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് സെയിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത്? സെയിൽ ഫോർകാസ്റ്റ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത് എങ്കിൽ പോലും they get the feedback from the marketing segment and sales department. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് ഇന്ന ആൾക്കാർ കസ്റ്റമേഴ്സ് ഇന്ന റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഈ പീരീഡിൽ അവർക്ക് കൂടുതൽ സാധനം വേണ്ടി വരും എന്ന് പറയും. സോ ആ ഒരു ഇതിനെ വെച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ ഒരു വേരിയേഷൻസ് നമ്മൾ കൊണ്ടുവരും അല്ലേ. സോ അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, വർക്കേഴ്സിൻ്റെ നമ്പർ എത്രയാണ്, അതിൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെയാണ്, അതിൻ്റെ സീക്വൻസ് ഇങ്ങനെയാണ്. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ ഓൾട്ടർ ചെയ്യണം. ഓക്കെ, ദ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻ്റർലിങ്ക്ഡ്, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽപ്പില്ലാതെ നമുക്ക് ഒരിക്കലും പ്ലാനിങ് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. The engineering department is instructed to prepare drawings, specifications, or to check and modify the existing ones if needed. The management reviews the sale forecast and the budget to take decisions regarding the quantities to be produced. എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഫോർകാസ്റ്റ് ചെയ്യും. Once the production quantities for each product are finalized, the manufacturer must decide on the precise production sequence. ഏത് സീക്വൻസിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ഇതെല്ലാം പ്രൊഡക്ഷൻ പ്ലാനിങ് ഫേസിനകത്ത് സംഭവിക്കുന്നു. അതായത് ആദ്യം ലെയ്ത്തിൽ പോകുന്നു, പിന്നെ അവിടെ നിന്ന് മില്ലിങ്ങിൽ പോകുന്നു, പിന്നെ ഡ്രില്ലിങ്ങിൽ പോകുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ മെഷീൻസ് തന്നെ ഓർഡറിലായിരിക്കുന്നത്, അതനുസരിച്ചാണോ നമ്മുടെ പ്രൊഡക്ഷൻ പോകുന്നത്. സോ വി ഹാവ് ടു പ്രിപ്പയർ എ കറക്റ്റ് സീക്വൻസ് ഫോർ അവർ പ്രോഡക്റ്റ്. Next is production planning activity begins as soon as the technical information is received from the engineering department. Production planning activity results in the schedule of production. Schedule of production ആണ് അടുത്തത്. സീക്വൻസ് പ്രിപ്പയർ ചെയ്തു, അതിന് ഷെഡ്യൂൾ, ഓരോ ഷിഫ്റ്റിലും ഇത്ര എണ്ണം വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്ര ഒരു മന്തിൽ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ദാറ്റ് ഇസ് ഷെഡ്യൂൾ. ഓക്കെ, ദെൻ ഇൻവെൻറ്ററി ലെവൽസ് ആർ ചെക്ക്ഡ് ഇൻ ഓർഡർ ടു ഇനീഷ്യേറ്റ് പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽസ്, ദാറ്റ് ഇസ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. ഏതാണ് ചെയ്യേണ്ടത്, നമ്മൾ അവസാനം ഉണ്ടാക്കണോ അതോ വെളിയിൽ നിന്ന് മേടിക്കണോ. സോ ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ദ പ്ലാനിങ് ഫേസ്. ആൻഡ് ദ തേർഡ് ഫേസ് വരുന്നതാണ് ദ പ്രൊഡക്ഷൻ ഫേസ്. പ്രൊഡക്ഷൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് ഫേസ് ഓഫ് പ്രോസസ്, ദ മാനുഫാക്ചർ പ്രൊഡ്യൂസസ് ടു ദ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. അതായത് ഷെഡ്യൂൾ അനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡെസ്പാച്ചിങ് ഫേസ്. പ്രൊഡക്ഷൻ ഉണ്ടാക്കി അതിനെ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കണം. സോ കസ്റ്റമറിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ കാണും? ദർ വിൽ ബി എ റീറ്റെയിലർ, പിന്നെ ഹോൾസെയിലർ കാണും, റീറ്റെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇതൊക്കെ കാണും. സോ കറക്റ്റായിട്ട് നമുക്കതിനെ ഡെസ്പാച്ച് ചെയ്യണം. സോ ഇതാണ് 4 ഫേസസ് വരുന്നത്. ദ സെയിൽ ഫോർകാസ്റ്റ് ഫേസ്, പ്രൊഡക്ഷൻ പ്ലാനിങ് ഫേസ്, പ്രൊഡക്ഷൻ ഫേസ് ആൻഡ് ഡെസ്പാച്ചിങ് ഫേസ്.